നമസ്കാരം. STV ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഓണക്കാലത്ത് വിലക്കയറ്റം പിടിച്ചു നിർത്താൻ സർക്കാർ എല്ലാ നടപടികളും സ്വീകരിച്ചിട്ടുണ്ടെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി. സപ്ലൈകോ ഓണം ഫെയർ ജില്ലാതല ഉദ്ഘാടനം പാലക്കാട്ട്. ജില്ലാതല ഓണം മേള 14 വരെ. താലൂക്ക് നിയോജക മണ്ഡലം അടിസ്ഥാനത്തിൽ 10 മുതൽ 14 വരെ ഓണം മേളകൾ നടത്തും. മുള്ളൂർക്കരയിൽ BJP പ്രാദേശിക നേതാവിന്റെ വീട്ടിൽ ED റെയ്ഡ്. പരിശോധന നടന്നത് BJP മണ്ഡലം വൈസ് പ്രസിഡന്റ് വിജീഷ് അള്ളന്നൂരിന്റെ വീട്ടിലും തറവാട്ടു വീട്ടിലും. പരിശോധന കോയമ്പത്തൂർ കേന്ദ്രീകരിച്ച് നടന്ന സ്വർണ്ണ ഇടപാടുമായി ബന്ധപ്പെട്ടെന്ന സൂചന. വിഘ്നങ്ങൾ നീങ്ങാൻ വിനായക ചതുർത്ഥി. ഗണേശ സ്തുതിയുമായി വിശ്വാസി സമൂഹം. വിവിധ ക്ഷേത്രങ്ങളിൽ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം ഉൾപ്പെടെ വിശേഷ ചടങ്ങുകൾ. വാർത്തകൾ വിശദമായി. ഓണക്കാലത്തെ വിലക്കയറ്റം പിടിച്ചു നിർത്താൻ സർക്കാർ എല്ലാ നടപടികളും സ്വീകരിച്ചിട്ടുണ്ടെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി. പാലക്കാട് ഇന്ദിരാഗാന്ധി മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ സപ്ലൈകോ ഓണം ഫെയർ ജില്ലാതല ഉദ്ഘാടനം നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഓണക്കാലത്ത് വിലക്കയറ്റം പിടിച്ചു നിർത്താൻ 13 ഇനം സബ്സിഡി സാധനങ്ങളുടെ ലഭ്യത ഓണം ഫെയറുകളിലൂടെ സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ ഉറപ്പുവരുത്താൻ എല്ലാ നടപടികളും സ്വീകരിച്ചിട്ടുണ്ടെന്ന് വൈദ്യുതി വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി പറഞ്ഞു. എത്രമേൽ സാമ്പത്തിക പ്രതിസന്ധിയുണ്ടെങ്കിലും ജനങ്ങളുടെ സന്തോഷത്തിൽ പങ്കുചേരണമെന്നതാണ് സർക്കാർ നയം. ഓണം ആഘോഷിക്കാൻ 2 മാസത്തെ ക്ഷേമ പെൻഷൻ അനുവദിച്ച് ഉത്തരവിറങ്ങി. കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന ഉൽപ്പന്നങ്ങൾ ഓണം ഫെയറിൽ വിൽക്കാനുള്ള സജ്ജീകരണം ഒരുക്കുമെന്നും മന്ത്രി പറഞ്ഞു. സെപ്റ്റംബർ 14 വരെയാണ് ജില്ലാതല ഓണം മേള. 10 മുതൽ 14 വരെ താലൂക്ക് നിയോജകമണ്ഡലം അടിസ്ഥാനത്തിലും മേളകൾ സംഘടിപ്പിക്കുന്നുണ്ട്. ഉദ്ഘാടന ചടങ്ങിൽ മലമ്പുഴ MLA എ പ്രഭാകരൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനുമോൾ മുഖ്യാതിഥിയായിരുന്നു. പാലക്കാട് നഗരസഭാ ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ ആദ്യ വിൽപ്പന നിർവഹിച്ചു. സപ്ലൈകോ പാലക്കാട് റീജിയണൽ മാനേജർ TJ ആശ, ജില്ലാ സപ്ലൈ ഓഫീസർ AS ബീന തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. മുള്ളൂർക്കരയിൽ BJP പ്രാദേശിക നേതാവിന്റെ വീട്ടിൽ ED റെയ്ഡ്. BJP മണ്ഡലം വൈസ് പ്രസിഡന്റ് വിജീഷ് അള്ളന്നൂരിന്റെ വീട്ടിലാണ് ED സംഘം പരിശോധന നടത്തിയത്. CPIയിൽ നിന്ന് പുറത്താക്കിയതിനെ തുടർന്ന് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് BJPയിൽ ചേർന്ന മുള്ളൂർക്കര അള്ളന്നൂർ വീട്ടിൽ വിജീഷിന്റെ ആറ്റൂരിലുള്ള വീട്ടിലും മുള്ളൂർക്കരയിലുള്ള തറവാട്ട് വീട്ടിലുമാണ് വെള്ളിയാഴ്ച രാവിലെ ED സംഘം പരിശോധനയ്ക്കായി എത്തിയത്. രാത്രി 9 മണിവരെ പരിശോധന തുടർന്നു. കാരണം വ്യക്തമായിട്ടില്ല. എന്നാൽ കോയമ്പത്തൂർ കേന്ദ്രീകരിച്ച് നടന്ന സ്വർണ്ണ തട്ടിപ്പുമായി ബന്ധപ്പെട്ടാണ് പരിശോധനയെന്നാണ് സൂചന. ഇയാൾക്ക് മുമ്പ് മുള്ളൂർക്കരയിലും സ്വർണ്ണക്കടയുണ്ടായിരുന്നു. മുള്ളൂർക്കര 11-ാം വാർഡ് ഉപതെരഞ്ഞെടുപ്പിൽ പാർട്ടി വിരുദ്ധ പ്രവർത്തനം നടത്തിയതിന് CPI പുറത്താക്കിയ വ്യക്തിയാണ് വിജീഷ്. തുടർന്ന് BJPയിൽ ചേരുകയും മണ്ഡലം വൈസ് പ്രസിഡന്റായി പ്രവർത്തിച്ചു വരികയുമായിരുന്നു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. ലക്കിടി അകലൂർ ലക്ഷ്മി നരസിംഹ ക്ഷേത്രത്തിൽ വിനായക ചതുർത്ഥിയോടനുബന്ധിച്ച് അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം നടന്നു. 100 കണക്കിന് ഭക്തജനങ്ങൾ ചടങ്ങിൽ പങ്കെടുത്തു. രാവിലെ 6 മണിക്ക് കണ്ണൻ തിരുമേനിയുടെ കാർമ്മികത്വത്തിലാണ് മഹാഗണപതി ഹോമം നടന്നത്. 100 കണക്കിന് ഭക്തജനങ്ങൾ ക്ഷേത്രത്തിലെത്തി. 10 മണിയോടെയാണ് വിശേഷ ചടങ്ങുകൾക്ക് സമാപനമായത്. മാതൃസമിതിയുടെയും ഭരണസമിതിയുടെയും നേതൃത്വത്തിലായിരുന്നു പരിപാടികൾ. പ്രസാദ വിതരണവും നടന്നു. ഭക്തജനങ്ങളുടെ ഭാഗത്തുനിന്ന് മികച്ച സഹകരണമാണുണ്ടായതെന്ന് ഭരണസമിതി അറിയിച്ചു. അതിനോടനുബന്ധപ്പെട്ട് നമ്മുടെ ലക്ഷ്മി നരസിംഹ ക്ഷേത്രത്തിൽ ഇന്ന് അതിഗംഭീരമായിട്ടുള്ള അല്ലെങ്കിൽ വളരെ ഭക്തിസാന്ദ്രമായിട്ടുള്ള ഒരു മഹാഗണപതി ഹോമം, അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം എന്ന് പറയുക, വളരെ ഗംഭീരമായിട്ട് ഇവിടെ നടന്നു കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഇതിനു വേണ്ടിയിട്ട് പങ്കെടുത്തിട്ടുള്ള എല്ലാ ഭക്തജനങ്ങളും ഇതിനു വേണ്ടിയിട്ട് നമുക്ക് തന്നിട്ടുള്ള അർച്ചനയായിട്ട് തന്നിട്ടുള്ള വഴിപാടുകളെല്ലാം നമ്മൾ ഈ നിമിഷത്തിൽ നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ്. എല്ലാവർക്കും എല്ലാവിധ ഐശ്വര്യങ്ങളും നമ്മുടെ ഗണപതി ഭഗവാന്റെ ഉണ്ടാവട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. സംസ്ഥാനത്തെ മാനസിക വെല്ലുവിളികൾ നേരിടുന്ന വിദ്യാർത്ഥികളോട് കരുണയില്ലാത്ത സമീപനമാണ് സർക്കാർ സ്വീകരിക്കുന്നതെന്ന് രക്ഷിതാക്കളുടെയും വിദ്യാലയങ്ങളുടെയും പ്രതിനിധികൾ പാലക്കാട്ട് വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. ഭിന്നശേഷി വിദ്യാർത്ഥികളോടും വിദ്യാലയങ്ങളോടും LDF സർക്കാർ തുടരുന്ന അനീതിക്കെതിരെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സെപ്റ്റംബർ 11-ന് പട്ടിണി സമരം നടത്തുമെന്നും ഇവർ വ്യക്തമാക്കി. ഭിന്നശേഷി വിദ്യാർത്ഥികൾ പഠിക്കുന്ന സ്പെഷ്യൽ സ്കൂളുകൾക്ക് എയ്ഡഡ് പദവി നൽകാൻ ഉമ്മൻചാണ്ടി സർക്കാർ നടപടി സ്വീകരിച്ചെങ്കിലും LDF സർക്കാർ ഇത് അട്ടിമറിച്ചു. എയ്ഡഡ് പദവിക്ക് പകരമായി LDF സർക്കാർ പ്രഖ്യാപിച്ച പാക്കേജിലെ അപാകതകൾ മൂലം കിട്ടിക്കൊണ്ടിരിക്കുന്ന ആനുകൂല്യങ്ങൾ കിട്ടാതാവുകയും പലതും നിലയ്ക്കുകയും ചെയ്തു. പ്രശ്നപരിഹാരത്തിനായി സർക്കാരിന് നിരവധി നിവേദനങ്ങൾ നൽകിയെങ്കിലും തുടർച്ചയായി സർക്കാർ കണ്ണടയ്ക്കുകയാണെന്ന് രക്ഷിതാക്കളും
സ്പെഷ്യൽ സ്കൂൾ ഭാരവാഹികളും പറഞ്ഞു. എപ്പോഴും അതൊരു സ്വകാര്യ മേഖലയിൽ നടന്നത്. എന്നാൽ കഴിഞ്ഞ മഞ്ഞാണ്ടി സർക്കാരിന്റെ കാലത്ത് ഇവർക്ക് എയ്ഡഡ് പദവി കൊടുക്കാം എന്ന് പറഞ്ഞൊരു ഗവൺമെന്റ് ഉത്തരവുണ്ടായി. അത് പിന്നീട് വന്ന പിണറായി വിജയൻ സർക്കാർ വന്നപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ അത് ചെയ്തു തരാമെന്ന് പറഞ്ഞു. എങ്കിലും അതിൽ ചില പ്രയാസങ്ങൾ ഉണ്ടായിരുന്ന വെളിച്ചത്തിൽ അത് ഒരു പാക്കേജ് കൊടുക്കാം, സ്കൂളുകളെ തിരഞ്ഞെടുത്ത് അവർക്കൊരു പാക്കേജ് കൊടുക്കാം, ഒരു ശമ്പളത്തിനൊരു സംവിധാനം ചെയ്യാമെന്നുള്ള രീതിയിൽ പാക്കേജ് കൊടുക്കുകയുണ്ടായി. പക്ഷെ പിന്നീട് അത് കൊടുത്തു വന്നു കഴിഞ്ഞപ്പോൾ ഉണ്ടാക്കിയ മാനദണ്ഡങ്ങളിൽ വലിയ അപാകത സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത്തെ ഒരു കാര്യം, കഴിഞ്ഞ വർഷത്തെ 2023-24 വന്ന ഒരു ഉത്തരവിലുണ്ടായിരുന്ന ഒരു വലിയ അപാകത, 18 വയസ്സിൽ താഴെ 20 കുട്ടികൾ ഉണ്ടെങ്കിൽ മാത്രമേ ആ സ്കൂളില് പാക്കേജിന് അംഗീകാരമുള്ളൂ എന്നൊരു വ്യവസ്ഥ ഉണ്ട്. നമുക്കറിയാം, പാലക്കാട് ജില്ലയിലെ കൊല്ലങ്കോടുള്ള കിരൺ ജ്യോതി സ്കൂളില് 20 കുട്ടികളുണ്ടായിരുന്നു. പക്ഷെ അവിടെ ഒരു പ്രശ്നം ഉണ്ടായിരുന്ന, ആ 20ാമത്തെ കുട്ടിയുടെ ഒരു സർട്ടിഫിക്കറ്റ് ഇപ്പൊ നമ്മുടെ ജില്ലാ ആശുപത്രിയിൽ പുതുക്കാൻ കൊടുത്തപ്പോൾ ഇവിടെ ഉണ്ടായ ഒരു ഡിലേ, ആ ഡിലേയുടെ കാരണം പറഞ്ഞുകൊണ്ട് ആ സ്കൂളിനെയും തള്ളുന്ന ഒരവസ്ഥ. അങ്ങനെ വിദ്യാർത്ഥികൾക്ക് ലഭിച്ചുകൊണ്ടിരുന്ന പെൻഷൻ, ചികിത്സാ ചെലവ് എന്നിവയെല്ലാം വെട്ടിക്കുറച്ചു. ജീവനക്കാർക്ക് വേതനം ലഭിക്കാത്ത സ്ഥിതിയാണ്. സർക്കാർ കണ്ണു തുറക്കണമെന്നാവശ്യപ്പെട്ടാണ് പട്ടിണി സമരം നടത്തുന്നതെന്ന് ഇവരുടെ സംഘടനയായ പെയ്ഡ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ബേബി ബാസ്റ്റ്യൻ, ജില്ലാ പ്രസിഡന്റ് ജോമി ജോർജ്, സിസ്റ്റർ പൗളിൻ, KP എലിയാസ് മാസ്റ്റർ എന്നിവർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കാരുണ്യ വഴിയിൽ പിറന്നാൾ ദിനം ധന്യമാക്കി പഴയലക്കിടിയിലെ ഒരു കുടുംബം. പത്തിരിപ്പാല മൗണ്ട് സീന സ്കൂളിലെ ഹെഡ് ക്ലർക്ക് ജയയും ഭർത്താവ് ശിവദാസൻ മാസ്റ്ററും ജന്മദിനം ആഘോഷിച്ചത് പഴയലക്കിടി മർഹമ പാലിയേറ്റീവ് കെയറിന് 3 വാക്കറുകൾ നൽകിയാണ്. പിറന്നാൾ ദിനത്തിൽ പഴയലക്കിടിയിലുള്ള മർഹമ പാലിയേറ്റീവ് ഓഫീസിലെത്തിയാണ് ജയയും ശിവദാസൻ മാസ്റ്ററും മർഹമ ചെയർമാൻ ഷംസുദ്ദീന് വാക്കറുകൾ കൈമാറിയത്. മാനുഷിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന മാതൃകാപരമായ പ്രവർത്തനത്തെ ഷംസുദ്ദീൻ അഭിനന്ദിച്ചു. 2 പതിറ്റാണ്ടോളമായി പഴയലക്കിടിയിലും പരിസര പ്രദേശങ്ങളിലുമുള്ള നിർധനരായ നിരവധി രോഗികളുടെ ആശ്രയകേന്ദ്രമാണ് മർഹമ പാലിയേറ്റീവ് ട്രസ്റ്റ്. ചടങ്ങിൽ ട്രഷറർ നൌഷാദ് മാസ്റ്റർ, ചെയർമാൻ ഷംസുദ്ദീൻ പത്തിരിപ്പാല, വൈസ് ചെയർമാൻ ഫൈസൽ ലക്കിടി, എക്സിക്യൂട്ടീവ് അംഗങ്ങളായ K ഹനസ്, CB നസീർ, K നദീറ ടീച്ചർ, CA റഹീമ, റസാഖ് പത്തിരിപ്പാല, PK സാജിദ് ടീച്ചർ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. ഒരു മാതൃകയാണ്. പലരും പല ആഘോഷങ്ങളും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ സന്ദർഭത്തിൽ വളരെ വ്യത്യസ്തമായിട്ട് ഒരുപാട് ആവശ്യക്കാർക്ക് വളരെ ഉപകാരം ആകുന്ന ഒരു സംഗതി തന്നെയാണ്. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. തിരുവാതിരക്കളി ജനകീയമാക്കുന്നതിന്റെ ഭാഗമായി ആലത്തൂർ നായർ കൂട്ടായ്മ തിരുവാതിരക്കളി മത്സരം സംഘടിപ്പിക്കും. ചിറ്റിലഞ്ചേരി MNKM വിദ്യാലയത്തിലാണ് മത്സരം സംഘടിപ്പിക്കുകയെന്ന് ഭാരവാഹികൾ പാലക്കാട് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. തിരുവാതിരക്കളിയുടെ പാരമ്പര്യ തനിമ നിലനിർത്തിയായിരിക്കും മത്സരം. വിജയികൾക്ക് 15,000, 10,000, 5,000 രൂപ വീതവും ട്രോഫിയും നൽകും. പങ്കെടുക്കുന്ന എല്ലാ ടീമുകൾക്കും മാനദണ്ഡം അടിസ്ഥാനമാക്കി പ്രോത്സാഹന സമ്മാനവും നൽകുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. അനുവാദികർക്കും ആസ്വാദകർക്കും മുന്നിൽ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരമൊരു പരിപാടി നമ്മൾ ആസൂത്രണം ചെയ്തിട്ടുള്ളത്. ചിറ്റിലഞ്ചേരി MNKM സ്കൂളിൽ രാവിലെ 22-ാം തീയതി കാലത്ത് ഗിന്നസ് റെക്കോർഡ് ജേതാവ് കൂടിയായ കലാമണ്ഡല ഹേമലതയാണ് ഉദ്ഘാടനം ചെയ്തത്. 1ാം സമ്മാനം 15,000 രൂപയും, 2ാം സമ്മാനം 10,000 രൂപയും, 3ാം സമ്മാനം 5,000 രൂപയും. അഡ്വൈസർ രാജേഷ് മേനോൻ, പ്രസിഡന്റ് രാജേഷ് കൃഷ്ണൻ, ജനറൽ സെക്രട്ടറി മഹേഷ്, T കിരൺ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. 2.5 വയസ്സിൽ തന്നെ ലോകത്തിലെ എല്ലാ മൃഗങ്ങളുടെയും വിവിധ സാമഗ്രികളുടെയും പേരുകൾ പറഞ്ഞ് ഗിന്നസ് ബുക്കിൽ ഇടം പിടിച്ച ഒരു കൊച്ചുമിടുക്കനുണ്ട് ചെറുതുരുത്തിയിൽ. ചെറുതുരുത്തി പൊട്ടിക്കുണ്ടിൽ റമീസ് രാജ ഷഹന ദമ്പതികളുടെ മകൻ മുഹമ്മദ് റയാനെ പരിചയപ്പെടാം. 1 വയസ്സ് മുതൽ തന്നെ അപാരമായ ഓർമ്മശക്തി പ്രകടിപ്പിക്കുന്ന മുഹമ്മദ് റയാൻ ഇതിനകം ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിലും കലാം ബുക്ക് ഓഫ് റെക്കോർഡ്സിലും ഇടം നേടിയിട്ടുണ്ട്. 25ഓളം മൃഗങ്ങൾ, 19 പച്ചക്കറികൾ, 22 പഴവർഗ്ഗങ്ങൾ, 19ഓളം വാഹനങ്ങൾ, 13 പക്ഷികൾ, 12 നിറങ്ങൾ, 10 തൊഴിലുകൾ, 10 സ്വാതന്ത്ര്യസമര സേനാനികൾ, 13 പ്രവർത്തനങ്ങൾ, 20 രാജ്യങ്ങളുടെ പതാകകൾ, ശരീരത്തിൻ്റെ 16 ഭാഗങ്ങൾ, 28 ഭക്ഷ്യവസ്തുക്കൾ, 28 ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെയും 12
മുഖ്യമന്ത്രിമാരുടെയും കേരളത്തിലെ 14 ജില്ലകളുടെയും പേരുകൾ എന്നിവ തിരിച്ചറിഞ്ഞാണ് ഈ കുരുന്ന് റെക്കോർഡുകൾ കരസ്ഥമാക്കിയത്. English. Go. Which country? Which country? Baby. Which color? Red. Which country? Pakistan. Lion. Kangaroo. Zebra. Which color? 2022 ജനുവരി 15-നാണ് റയാൻ ജനിച്ചത്. ഓർമ്മശക്തിയിലുള്ള അപാരമായ കഴിവ് മാതാപിതാക്കൾ തിരിച്ചറിയുകയും തുടർന്ന് 5 വാക്കുകൾ വീതം പഠിപ്പിക്കുകയുമായിരുന്നു. റയാനെ പഠിപ്പിക്കുന്നതിന് മാതാവ് ഷഹനയ്ക്ക് കൂട്ടായി ഭർത്താവ് റമീസ് രാജയുമുണ്ട്. വളരെ സന്തോഷമുണ്ട്. ഒരിക്കലും വിചാരിച്ചില്ല കിട്ടും. അവനിങ്ങനെ 1 വയസ്സ് കഴിഞ്ഞപ്പോൾ തൊട്ടേ ഇങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞു തുടങ്ങി. ഞാൻ അങ്ങനെ ബുക്സൊക്കെ മേടിച്ചു കൊടുത്തിരുന്നു, ഈ ഫ്ലാഷ് കാർഡ് ഒക്കെ പോലത്തെ. അപ്പോൾ അതിൽ നിന്ന് ഫസ്റ്റ് പഠിപ്പിച്ചത് ആനിമൽസൊക്കെയാണ്. അപ്പോൾ ആനിമൽസ് ആദ്യം ഒരു 5 എണ്ണം പഠിപ്പിച്ചു കൊടുത്തു. അപ്പോൾ 5 എണ്ണം മലയാളമാണ് ഫസ്റ്റ് പഠിപ്പിച്ചു കൊടുത്തത്. അതിനുശേഷം അവൻ 2 ദിവസം കഴിഞ്ഞപ്പോൾ ഇങ്ങോട്ട് തിരിച്ചു പറഞ്ഞു തന്നു. അങ്ങനെ ഞാൻ പിന്നെ ഇംഗ്ലീഷിൽ പഠിപ്പിച്ചു കൊടുത്തു. അപ്പോൾ അതും പറഞ്ഞു തന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ഇതായിരുന്നു. അവൻ ഇങ്ങനെയൊക്കെ പറയണ്ടല്ലോ എന്നുള്ള ഒരു എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. അങ്ങനെ പിന്നെ ഓരോന്നും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഞാൻ ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുത്തു. അവരുടെ മാതാപിതാക്കളായ ജലീലും നൂർജഹാനും ഇക്കാര്യത്തിൽ വലിയ ഉത്സാഹം പ്രകടിപ്പിക്കുന്നു. അടുത്ത മദ്രാസിൽ നടക്കുന്ന കലാം ബുക്ക് ഓഫ് റെക്കോർഡിലേക്ക് ഈ കുടുംബത്തിന് ക്ഷണം ലഭിച്ചിട്ടുണ്ട്. ചടങ്ങിൽ പങ്കെടുക്കാനുള്ള ഒരുക്കത്തിലാണ് ഇവർ. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. ഡിവൈഎഫ്ഐ നടപ്പാക്കുന്ന റീബിൽഡ് വയനാട് പദ്ധതിയിലേക്ക് പാലക്കാട് ജില്ലാ കമ്മിറ്റി സ്വരൂപിച്ച 1,78,00,000 രൂപ കൈമാറി. വയനാട്ടിൽ 25 വീടുകളുടെ നിർമ്മാണം ഉൾപ്പെടെ സമഗ്രമായ പുനരധിവാസ പ്രവർത്തനങ്ങൾക്ക് സംഘടന നേതൃത്വം നൽകുമെന്ന് തുക ഏറ്റുവാങ്ങിയ ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി VK സനോജ് പറഞ്ഞു. പാലക്കാട് ജില്ലയിലെ 2571 ഡിവൈഎഫ്ഐ യൂണിറ്റുകൾ ചേർന്നാണ് 1,78,00,000 രൂപ സമാഹരിച്ചത്. പാഴ്വസ്തുക്കൾ പെറുക്കിവിറ്റും സാരി, മുണ്ട്, ബിരിയാണി ചാലഞ്ചും ആടിനെ ലേലം ചെയ്തും പണം സ്വരൂപിക്കുകയായിരുന്നു. ക്ഷേമ പെൻഷൻ വാങ്ങിക്കുന്നവരും സാഹിത്യരംഗത്തുള്ളവരും വ്യക്തികളും പണം നൽകിയിട്ടുണ്ടെന്ന് ജില്ലാ സെക്രട്ടറി KC റിയാസുദ്ദീൻ പറഞ്ഞു. ജില്ലാ ഭാരവാഹികൾ സംസ്ഥാന സെക്രട്ടറി VK സനോജിന് തുക കൈമാറി. വയനാട്ടിൽ 25 വീടുകൾ നിർമ്മിക്കുന്നതുൾപ്പെടെ പുനരധിവാസ പ്രവർത്തനങ്ങൾക്ക് ഡിവൈഎഫ്ഐ നേതൃത്വം നൽകുമെന്ന് തുക ഏറ്റുവാങ്ങിയ ശേഷം VK സനോജ് പറഞ്ഞു. വയനാട് ദുരന്തമുണ്ടായ സമയം മുതൽ ഡിവൈഎഫ്ഐ സേവന രംഗത്തുണ്ട്. അതിസങ്കീർണമാണ് വയനാട്ടിലെ പുനരധിവാസ പ്രവർത്തനങ്ങൾ. സഹജീവികളെ ചേർത്ത് നിർത്തുകയെന്ന മാനുഷിക മൂല്യം ഉയർത്തിപ്പിടിച്ചാണ് പുനരധിവാസ പ്രവർത്തനത്തിന് ഡിവൈഎഫ്ഐ നേതൃത്വം നൽകുന്നതെന്നും സനോജ് പറഞ്ഞു. അവിടെ ആ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുമ്പോഴാണ് ധാരാളം വീട് പോയ ആളുകൾക്ക് ആശ്വാസം പകരേണ്ട കാര്യം സംബന്ധിച്ച് ഡിവൈഎഫ്ഐ അപ്പോൾ ആലോചിച്ചു. അവിടെയുള്ള പുനരധിവാസ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഒരു വലിയ വെല്ലുവിളിയായി നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ ഡിവൈഎഫ്ഐ ആണ് ആദ്യമായി 25 വീടെങ്കിലും ഞങ്ങൾ നിർമ്മിച്ചു കൊടുക്കും എന്നൊരു പ്രഖ്യാപനം അവിടെ നടത്തിയത്. ജില്ലാ സെക്രട്ടറി KC റിയാസുദ്ദീൻ, പ്രസിഡന്റ് R ജയദേവൻ തുടങ്ങി ഡിവൈഎഫ്ഐ ജില്ലാ സംസ്ഥാന ഭാരവാഹികൾ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. വിളയൂർ കുപ്പത്ത് അനധികൃതമായി സൂക്ഷിച്ചു വച്ചിരുന്ന വെറ്റിനറി മരുന്ന് ശേഖരം പിടികൂടി. ജില്ലാ ഡ്രഗ് കൺട്രോൾ വിഭാഗം നടത്തിയ പരിശോധനയിലാണ് ശേഖരം പിടികൂടിയത്. പിടിച്ചെടുത്ത മരുന്ന് ശേഖരത്തിന് 1 ലക്ഷത്തിലധികം രൂപ വില വരുമെന്ന് അധികൃതർ അറിയിച്ചു. വിളയൂർ കുപ്പത്ത് അനധികൃതമായി സൂക്ഷിച്ചു വച്ചിരുന്ന വെറ്റിനറി മരുന്ന് ശേഖരമാണ് ജില്ലാ ഡ്രഗ് കൺട്രോൾ വിഭാഗം പിടിച്ചെടുത്ത. 1 ലക്ഷത്തിലധികം വിലമതിക്കുന്ന മരുന്ന് ശേഖരമാണ് കണ്ടെടുത്ത. കുപ്പത്ത് സ്വകാര്യ വ്യക്തിയുടെ കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന
VPF ഫീഡ്സ് എന്ന സ്ഥാപനത്തിൽ നിന്നുമാണ് മരുന്ന് ശേഖരം പിടിച്ചെടുത്തത്. യാതൊരുവിധ അനുമതിയും ഇല്ലാതെയാണ് ഇവിടെ മരുന്നുകൾ സൂക്ഷിച്ച് വെച്ചിരുന്നതെന്ന് പരിശോധനാ സംഘം അറിയിച്ചു. സംഭവവുമായി ബന്ധപ്പെട്ട് കെട്ടിട ഉടമ വെങ്ങാലിൽ അബ്ദുൽ ഖാദറിൻ്റെ പേരിൽ കേസെടുത്തു. പിടിച്ചെടുത്ത മരുന്നുകൾ കോടതിയിൽ ഹാജരാക്കുമെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചു. ജില്ലാ ഡ്രഗ് ഇൻസ്പെക്ടർമാരായ D. ദിവ്യ, AK. ലിജീഷ്, AK. ഷഫ്നാസ് എന്നിവരടങ്ങുന്ന സംഘത്തിൻ്റെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. ന്യൂസ് ബ്യൂറോ വട്ടാമ്പി. വിവിധയിനം പരിപാടികളുമായി കൊപ്പത്തെ വ്യാപാരികൾ ഇത്തവണത്തെ ഓണം പൊടിപ്പൊടിക്കും. കച്ചവടത്തിലെ പ്രതിസന്ധി പരിഹരിക്കുക, ഉപഭോക്താക്കളെ കടകളുമായി കൂടുതൽ അടുപ്പിക്കുക എന്നിവ ലക്ഷ്യം വെച്ചുകൊണ്ട് FM റേഡിയോ ആരംഭിക്കുമെന്ന് KVVES കൊപ്പം യൂണിറ്റ് ഭാരവാഹികൾ പട്ടാമ്പിയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കൊപ്പത്തെ വ്യാപാരികളുടെ കീഴിൽ റേഡിയോ സ്റ്റേഷൻ വരുന്നു. വ്യാപാരോണം എന്ന പേരിൽ വ്യാപാരികളുടെ വ്യവസായ വികസനത്തിന് മുൻതൂക്കം നൽകി കലാകായിക വിനോദത്തോടെയാണ് FM റേഡിയോ പ്രവർത്തിക്കുക. സെപ്റ്റംബർ 10 രാവിലെ 11 KVS ജില്ലാ പ്രസിഡന്റ് ബാബു കോട്ടയിൽ ഉദ്ഘാടനം ചെയ്യും. റേഡിയോ ജോക്കി നേതൃത്വം നൽകുന്ന പരിപാടികളിൽ പരസ്യങ്ങൾ, മാർഗനിർദ്ദേശങ്ങൾ, ഒപ്പം തന്നെ പ്രമുഖരുമായുള്ള അഭിമുഖം, കൂടാതെ വ്യാപാരികൾക്ക് ഓണാഘോഷത്തിൻ്റെ ഭാഗമായി തിരുവോണത്തിന് ഉച്ചയ്ക്ക് 2 മുതൽ വിവിധ മത്സരങ്ങൾ എന്നിവ നടക്കും. ഓണത്തോടനുബന്ധിച്ച് 5 ദിവസം മാത്രമാണ് ഇപ്പോൾ FM റേഡിയോ നടത്തുന്നതെങ്കിലും ഇത് തുറന്നും കൊണ്ടുപോകാനാണ് KVSൻ്റെ പദ്ധതി. കച്ചവടത്തിലെ പ്രതിസന്ധികൾ പരിഹരിക്കുക, ഉപഭോക്താക്കളെ കടകളുമായി കൂടുതൽ അടുപ്പിക്കുക എന്നിവയാണ് FM റേഡിയോയുടെ ലക്ഷ്യമെന്ന് KVS കൊപ്പം യൂണിറ്റ് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. അതിൻ്റെ പോഷക സംഘടന ഞങ്ങളുടെ യൂത്ത് വിഭാഗം സംയുക്തമായിട്ട് വ്യാപാരണം എന്ന പേരിലൊരു പദ്ധതി കൊപ്പത്ത് ഈ ഓണത്തോടനുബന്ധിച്ച് നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. നിരവധി കലാപരിപാടികളും അതോടൊപ്പം കൊപ്പത്തെ കച്ചവടം എങ്ങനെ വർദ്ധിപ്പിക്കാം എന്ന ആശയവുമായിട്ടാണ് ഞങ്ങൾ ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. അതിന് ഇതുവരെ കാണാത്ത വിധത്തിൽ ഒരുപാട് പ്രോഗ്രാമുകളാണ് ഇപ്രാവശ്യം കൊപ്പത്തെ വ്യാപാരികൾക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത്. ഓണത്തോടനുബന്ധിച്ച് നിരവധി മത്സരങ്ങൾ കൊപ്പത്ത് കച്ചവടക്കാർക്കിടയിൽ സംഘടിപ്പിക്കുന്നുണ്ട്. വടംവലി മത്സരം, ഈച്ച മത്സരം, കസേരക്കിളി പോലത്തെ ഒരുപാട് നാടൻ കലകളെ ഒരുപാട് പ്രോത്സാഹിപ്പിച്ചു കൊണ്ടുവരാനുള്ള ഉദ്ദേശത്തിലാണ് ഇത് നടപ്പിലാക്കുന്നത്. അതോടൊപ്പം തന്നെ ഇതുവരെ കാണാത്ത FM റേഡിയോ എന്നൊരു പരിപാടി ഇപ്രാവശ്യം കൊപ്പത്ത് നടത്തുന്നുണ്ട്. വ്യാപാരോണം എന്ന പേരിലാണ് കൊപ്പത്തെ പദ്ധതി നടപ്പിലാക്കുന്നത്. അതിനെ വാർത്താസമ്മേളനത്തിൽ യൂണിറ്റ് പ്രസിഡന്റ് KT ഷാജി, ബഷീർ മാക്സ്, ഷിഹാബ് ഷിബു, സജി റിഫാസ്, ലുക്മാൻ, റഹ്മാൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ വട്ടാമ്പി. പ്രധാന വാർത്തകൾ വീണ്ടും. ഓണക്കാലത്ത് വിലക്കയറ്റം പിടിച്ചു നിർത്താൻ സർക്കാർ എല്ലാ നടപടികളും സ്വീകരിച്ചിട്ടുണ്ടെന്ന് മന്ത്രി K. കൃഷ്ണൻകുട്ടി. സപ്ലൈകോ ഓണം ഫെയർ ജില്ലാതല ഉദ്ഘാടനം പാലക്കാട്ട്. ജില്ലാതല ഓണം മേള 14 വരെ. താലൂക്ക് നിയോജക മണ്ഡലം അടിസ്ഥാനത്തിൽ 10 മുതൽ 14 വരെ ഓണം മേളകൾ നടത്തും. മുള്ളൂർക്കരയിൽ BJP പ്രാദേശിക നേതാവിന്റെ വീട്ടിൽ ED റെയ്ഡ്. പരിശോധന നടന്നത് BJP മണ്ഡലം വൈസ് പ്രസിഡന്റ് വിജീഷ് അള്ളന്നൂരിന്റെ വീട്ടിലും തറവാട്ടു വീട്ടിലും. പരിശോധന കോയമ്പത്തൂർ കേന്ദ്രീകരിച്ച് നടന്ന സ്വർണ്ണ ഇടപാടുമായി ബന്ധപ്പെട്ടെന്ന സൂചന. വിഘ്നങ്ങൾ നീങ്ങാൻ വിനായക ചതുർത്ഥി. ഗണേശസ്തുതിയുമായി വിശ്വാസി സമൂഹം. വിവിധ ക്ഷേത്രങ്ങളിൽ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം ഉൾപ്പെടെ വിശേഷ ചടങ്ങുകൾ. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.